സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ വിരുദ്ധ വകുപ്പ് കൂടി ചേർത്ത് കേസെടുക്കാൻ പോലീസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 113 വകുപ്പിലെ 4ാം ഉപവകുപ്പ് പ്രകാരമാണ് ഇനി കേസെടുക്കുക. സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾക്കെതിരെ നടപടി കർശനമാക്കാൻ DGP നിർദ്ദേശിച്ചു. ദീപക് തർമ്മണം ഈ പ്രധാനപ്പെട്ട വാർത്തയുമായി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, എപ്പോഴാണ് ഈ തീരുമാനമുണ്ടായത്? ഈ തീരുമാനം പുറത്തു വിടുന്നത് ആദ്യമായിട്ട് 24 ആണോ? SK അത് തന്നെയാണ്. വളരെ നിർണായകമായ ചില തീരുമാനത്തിലേക്ക് കേരള പോലീസ് കടക്കുന്നു. അതായത് സ്വർണ്ണക്കടത്ത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. സ്വർണ്ണക്കടത്തിലെ പോലീസ് നടപടിക്കെതിരെ അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കേരള പോലീസ് കടക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും മലപ്പുറത്തു നിന്നും കോടികളുടെ ഹവാലാപ്പണവും സ്വർണ്ണക്കടത്തും പിടിച്ചത് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ നിർണായക തീരുമാനം കേരള പോലീസ് നടപ്പാക്കാൻ പോകുന്നു. BNS-ലെ, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ കുറേ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലെ 113 4ാം ഉപവകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റകൃത്യമായി സ്വർണ്ണക്കടത്തിനെ കാണാൻ പോകുന്നു. ആ നിലയിൽ ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ DGP ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഇത്തരമൊരു നിർദ്ദേശത്തിന്റെ പശ്ചാത്തലം SKN ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഒരു പ്രധാന അജണ്ടയായി സ്വർണ്ണക്കടത്തും പോലീസ് നടപടിയും ചർച്ച ചെയ്തു. ആ വേളയിലാണ് ഈ കാര്യത്തിൽ വിശദമായ ചർച്ചയിലേക്ക് DGP ദർവേഷ് സാഹിബ് കടന്നു. ഒപ്പം തന്നെ ADGP ഇന്റലിജൻസ് മനോജ് എബ്രഹാമും ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറും കടന്നു. അതിൽ ഒരു ധാരണയിലെത്തിയത് നേരത്തെ ആഭ്യന്തര വകുപ്പും ഇത്തരത്തിൽ ആലോചിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് ആഭ്യന്തര വകുപ്പ് വൃത്തങ്ങളുമായി സംസാരിച്ച സമയത്ത് സ്വർണ്ണക്കടത്ത് കൃത്യമായി കണ്ടെത്തുക, അതായത് കസ്റ്റംസ് പരാജയപ്പെടുന്നിടത്ത് കേരള പോലീസ് കർശന നടപടിയിലേക്ക് കടക്കുക, മാത്രവുമല്ല ഈ സ്വർണ്ണക്കടത്തിലെ സ്വർണം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിൽ കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കുക, SOP ഉണ്ടാക്കുക എന്നുള്ള കൂടി തീരുമാനിച്ചിരിക്കുന്നു SKN. അതിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് തീവ്രവാദ വിരുദ്ധ നിയമത്തിലേക്ക് സ്വർണ്ണക്കടത്തിനെ മാറ്റുന്ന രീതിയിൽ. അതായത് നേരത്തെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളൊക്കെയാണ്, പെട്ടെന്ന് തന്നെ ടാക്സ് വെട്ടിപ്പ് മാത്രമായി മാറുന്നു കേസ്. എന്നാൽ ഇത് രാജ്യദ്രോഹ കുറ്റമായി തീവ്രവാദ വിരുദ്ധ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള കടുത്ത നടപടിയിലേക്ക് കേരള പോലീസ് കടക്കുന്നു. ഇതിൽ ADGP മനോജ് എബ്രഹാം വിവരശേഖരണം നടത്തും. അതേസമയത്ത് ലോക്കൽ തലത്തിലുള്ള ഓപ്പറേഷൻ ADGP അജിത് കുമാർ നടത്തും, ലോ ആൻഡ് ഓർഡർ ADGP. DGP തന്നെ കൃത്യമായി ഇത് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള സാധ്യതയെക്കുറിച്ച് യോഗത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ കൊള്ളയും കൊലയും ഇതിൻ്റെ പേരിൽ നടക്കുന്നു എന്ന് ADGP മനോജ് എബ്രഹാം യോഗത്തിൽ പറഞ്ഞിരുന്നു. ഏതായാലും സർക്കാർ തീരുമാനം BNS-ലെ പുതിയ വകുപ്പ് ചേർത്തുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിൽ സുപ്രധാനമായ ഒരു വകുപ്പ് കൂടി, തീവ്രവാദത്തിൻ്റെ വകുപ്പ് കൂടി ചേർക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. എന്നാൽ അതോടെ ഈ പുതിയ വകുപ്പ് അനുസരിച്ച് ഒരുപാട് കൊല്ലം ഈ കള്ളക്കടത്ത് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും, കേസ് തെളിയിക്കപ്പെട്ടാൽ. അത്രയും പ്രധാനപ്പെട്ട വാർത്തയാണ്.